ബീഹാറിൽ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ്. അശോക് ഗെഹ്ലോട്ടാണ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു തലവൂർ, ഇന്നലത്തെ യോഗങ്ങളിലൊക്കെ ഇടത് നേതാക്കൾ അടക്കം ഇതിൻ്റെ സൂചനകൾ നൽകിയതാണ്. ഇന്നിപ്പോൾ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. തേജസ്വി യാദവ് RJD നേതാവ് ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ ആണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുക, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. എന്തൊക്കെ വിവരങ്ങൾ? അജിംഷാദ്, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്നുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം പാട്നയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോൾ മഹാഗഠബന്ധന്റെ നേതാക്കൾ നടത്തിയിരിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ടാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചത്. തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടും അതോടൊപ്പം തന്നെ വികാസ് ഇൻസാൻ പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള മുകേഷ് സാഹ്നിയെയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെയും ഇപ്പോൾ മഹാഗഠബന്ധൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചുകൊണ്ട് NDAക്കെതിരെ വലിയ വിമർശനങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ കൂടി ഇപ്പോൾ മഹാഗഠബന്ധൻ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തവണ ബീഹാർ തെരഞ്ഞെടുപ്പിൽ NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നൊരു ചോദ്യം ഇപ്പോൾ ശക്തമായി തന്നെ ഉന്നയിച്ചിരിക്കുകയാണ്. അത് ഇപ്പോൾ തേജസ്വി യാദവും ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. നിലവിൽ നിതീഷ് കുമാറിനെ ഉപയോഗിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം NDA വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇത്തരത്തിൽ നിതീഷ് കുമാറിനെ BJP മുഖ്യമന്ത്രിയാക്കില്ല. ഈ തെരഞ്ഞെടുപ്പോടുകൂടി JDU അവസാനിക്കും, നിതീഷ് കുമാറിൻ്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണത്തേത് എന്നതടക്കമുള്ള വിമർശനം ഇപ്പോൾ തേജസ്വി യാദവ് ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബീഹാറിനെ സംബന്ധിച്ച് NDAയുടെ കീഴിൽ വലിയ തലത്തിലുള്ള അഴിമതി മാത്രമാണ് നടക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നില്ല. ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനം ഈ NDA സർക്കാർ ബീഹാറിൽ ഇതുവരെ നടത്തിയിട്ടില്ല. എന്തായാലും വലിയ തലത്തിലുള്ള വിമർശനം തന്നെയാണ് ഇപ്പോൾ NDAക്കെതിരെ മഹാസഖ്യം ഉന്നയിക്കുന്നത്. അജിംഷാദ്. ശരി, വിഷ്ണു തലവൂരാണ്.